ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഭയങ്കരമായ രീതിയിലുള്ള ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2-3 ഫൈറ്റുകൾ ഇങ്ങനെ പാരലലായിട്ട് നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും പ്രസക്തമായ ഒരു ഫൈറ്റിന്റെ കാര്യം പറയാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനീഷ് ഇരുന്നുകൊണ്ടിരുന്ന പുള്ളിയുടെ ആ ഒരു സ്പോട്ട്, അതിൽ ബാക്ക് കുഷൻ ഇല്ല. ബാക്ക് കുഷൻ ഇല്ലാത്തത് കൊണ്ട് ആരും ഇരിക്കാതായ ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ അനീഷ് അന്ന് തുടക്കത്തിൽ നിർബന്ധിച്ച് അനീഷിനെ പിടിച്ചിരുത്തിയതാണ് സഹ മത്സരാർത്ഥികൾ. അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. എന്നിട്ടിപ്പോ എന്തായി? അതേ സ്പോട്ടിന് വേണ്ടി വഴക്കായി. കഴിഞ്ഞ ദിവസം നൂറെ അവിടെ ഇരുന്നത് കൊണ്ട് അനീഷ് ഒരു വഴക്കുണ്ടാക്കിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിരുന്നു ലൈവിൽ കുറച്ചു നേരം മുമ്പ് നടന്നത്. ഇന്ന് ആദിലയാണ് ആ ഒരു സൈഡിലിരുന്നത്. നൂറെ അപ്പുറത്ത് പിടിച്ചിരുത്തിയിട്ട് ആദില അവിടെ ഇരുന്നു. പക്ഷെ അനീഷിനായിട്ട് ആ ഒരു സീറ്റ് ഒഴിച്ചിട്ടിരുന്നു. ആ സീറ്റിന്റെ തൊട്ടപ്പുറത്തെ സീറ്റിലാണ് ആദില കയറിയിരുന്നത്. പക്ഷെ അനീഷ് അവിടെ ഇരിക്കുന്നില്ല. കാരണം ഇത് കളിയാക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ ദിവസം ആദ്യം നൂറ് അവിടെ കയറിയിരുന്ന് വെറുതെ ഷോ ഇറക്കിയിട്ട് ഇന്ന് അതിൽ അവിടെ വന്നിരിക്കുന്നെന്ന് പറയുമ്പോൾ ഒരുമാതിരി മനുഷ്യനെ അപമാനിക്കുന്നതിന് തുല്യമായതുകൊണ്ട് അനീഷ് വേറെ സ്ഥലം നോക്കി പോയി. അപ്പൊ അതിലെ ആദ്യം സീറ്റ് ഒഴിച്ചിട്ടിട്ട് പിന്നെ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മസ്താനി ആ ഒരു സീറ്റിന് അപ്പുറത്ത് പിടിച്ചിരുത്തുന്നുണ്ട്. ഈ ഒരു തോന്നിവാസം കണ്ടുകൊണ്ടിരുന്ന അനുമോൾ എന്ത് ചെയ്തു? സ്വന്തം സീറ്റ് അനീഷിന് ഒഴിച്ചു കൊടുത്ത് ആ ഒരു തറയിൽ പോയി ഇരിക്കുന്നുണ്ട്. തറയിൽ പോയി ഇരുന്നതല്ല, ടെക്നിക്കലി ആദില സ്ഥലം കൊടുക്കാത്തത് കൊണ്ട് തറയിൽ ഇരുന്നതാണ്. ആദില പറഞ്ഞത് എന്താണ്? നന്മരത്തിനൊന്നും ഇവിടെ അങ്ങനെ സ്ഥലമൊന്നും തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നുണ്ട്, അനുമോളെ തറയിൽ ഇരുത്തുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വൈൽഡ് കാർഡുകളുടെ ആ ഒരു പണിപ്പുര എൻട്രിയും കഴിഞ്ഞ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരുന്നപ്പോ അനീഷ് പോയി ഫ്ലോറിൽ ഇരിക്കുന്നുണ്ട്. അനീഷിനെ രാവിലെ തുടങ്ങി വല്ലാത്ത രീതിയിലുള്ള ഒരു ഇൻസൾട്ടിങ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ചെരുപ്പിട്ടോണ്ട് പൂക്കളം ഇടാൻ വന്നെന്നും പറഞ്ഞിട്ട് അനീഷിനെ മെക്കിട്ട് കയറി പുള്ളിയെ മാറ്റി നിർത്തുമായിരുന്നു രാവിലെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു സീറ്റ് കൊടുക്കാത്ത ഈ ഒരു സംഭവം അനീഷിനെ ഇങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിലൂടെ വലിയ മാസമായിട്ടായിരിക്കും പുറത്ത് സ്വീകരിക്കപ്പെടുക എന്നാണ് ഇവരൊക്കെ ഈ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനെയും വെറുതെ ഇട്ട് ഈ രീതിയിൽ ഇൻസൾട്ട് ആക്കുന്നതിനോട് ഒരു യോജിപ്പില്ല. അതിപ്പോ എന്ത് കണ്ടന്റിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഈ രീതിയിൽ ചെയ്യുന്നത് അങ്ങേറ്റം മോശമാണ്. ചുമ്മാ വെറുതെ രാവിലെ ആ പൂക്കളത്തിന്റെ കേസൊക്കെ വെറും അൺവാണ്ടഡ് കേസായിരുന്നു. ചെരുപ്പിട്ടോണ്ട് വരച്ച എന്താണ് ഇത്ര പ്രശ്നം? എന്താണ്? പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കാര്യം അതെ സീറ്റിന്റെ കേസ്, അതിപ്പം അനീഷ് തുടക്കം പോലെ ഇരിക്കുന്ന സ്ഥലം അതാണ്. പുള്ളിക്ക് അതങ്ങ് കൊടുത്താൽ പോരെ, ആ ഒരു സ്ഥലം കൊടുത്താൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? ചില മനുഷ്യർ അങ്ങനെയാണ്. ആ ഒരു ഇരിക്കുന്ന സ്ഥലവും ഇരിക്കുന്ന ഒരു ഇതിലൊക്കെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതായിരിക്കും സംഭവം. അപ്പൊ എന്തായാലും ഇതൊരു ഫൈറ്റ് ആവുന്നുണ്ട് ലൈവിനകത്ത്. പിന്നെ ഷാനവാസ് മസ്താനിയുടെ തന്തയ്ക്ക് വിളിച്ചു എന്നും ഒക്കെ പറഞ്ഞിട്ട് ജിഷിൻ മോഹനും മസ്താനിയും കൂടി ഷാനവാസിന് നേരെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു പണിപ്പുര എൻട്രിയുടെ ഭാഗമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.